ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടിക്ക് തിരിച്ചടി. ആവേശ പോരാട്ടത്തിനൊടുവിൽ ഒഡീഷ FCയെ കേരള ബ്ലാസ്റ്റേഴ്സ് വീഴ്ത്തിയിരിക്കുന്നു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഡീഷയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ത്രില്ലർ പോരാട്ടം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഒരു ഗോളിന് പിറകിൽ നിന്ന ബ്ലാസ്റ്റേഴ്സ് പിന്നീട് തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൂപ്പർ താരങ്ങളായ പെപ്ര, ജീസസ് ജിമിനസ്, നോവ സദോയി എന്നിവർ നേടിയ ഗോളുകളാണ് ഇപ്പോൾ തുണയായിട്ടുള്ളത്. ഏതായാലും മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോവേണ്ടതുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ 2 മാറ്റങ്ങളായിരുന്നു പരിശീലകൻ വരുത്തിയിരുന്നത്. ഡാനിഷിന് പകരം കോയഫ് വരികയും മിലോസിന് പകരം പ്രീതം കോട്ടാൽ വരികയും ചെയ്തു. ഡിഫൻസിൽ ഇന്ത്യൻ താരങ്ങളെ മാത്രം അണിനിരത്തിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിന് ഇറങ്ങിയത്. മത്സരത്തിന്റെ 3-ാം മിനിറ്റിൽ തന്നെ ഒഡീഷ ഗോൾ കണ്ടെത്തുകയായിരുന്നു. ജെറിയാണ് അവരുടെ ആ ഒരു ഗോൾ നേടിയത്. ഡോറിയൽട്ടന്റെ അസിസ്റ്റിൽ നിന്നാണ് ആ ഗോൾ പിറന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു പ്രതിരോധ നിരയുടെ അശ്രദ്ധ കൃത്യമായി മുതലെടുക്കാൻ ഒഡീഷയ്ക്ക് സാധിക്കുകയായിരുന്നു. പിന്നീട് മത്സരത്തിന്റെ 9-ാം മിനിറ്റിൽ അഡ്രിയാൻ ലൂണക്ക് ഒരു ഫ്രീ സ്പേസ് ലഭിച്ചിരുന്നു. എന്നാൽ ആ ഒരു അവസരം കൃത്യമായി മുതലെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 11-ാം മിനിറ്റിലേക്ക് വരുമ്പോൾ ഫ്രെഡിയുടെ ഒരു പവർഫുൾ ഷോട്ട് ടാർഗറ്റിലേക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അത് കൃത്യമായി ബ്ലോക്ക് ചെയ്യാൻ ഒഡീഷയ്ക്ക് സാധിക്കുകയായിരുന്നു. 23-ാമത്തെ മിനിറ്റിൽ നോവയുടെ ക്രോസിൽ നിന്നും പെപ്രക്ക് ഒരു ഷോട്ട് എടുക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു. എന്നാൽ മൊർത്താദ ഫാൾ അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. 36-ാമത്തെ മിനിറ്റിൽ നോവയുടെ ക്രോസിൽ നിന്നും പെപ്രക്ക് വീണ്ടും ഒരു അവസരം ലഭിച്ചു. പക്ഷേ ഒഡീഷയുടെ പ്രതിരോധ നിര താരമായ ഫാൾ വീണ്ടും അത് ക്ലിയർ ചെയ്യുകയായിരുന്നു. 38-ാമത്തെ മിനിറ്റിൽ നോവ ഒരു ഷോട്ട് എടുത്തിരുന്നു. പക്ഷേ അത് ഒഡീഷയുടെ ഗോൾ കീപ്പർ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി. 39-ാമത്തെ മിനിറ്റിൽ പെനാൽറ്റി ബോക്സിൽ ഡൈവ് ചെയ്തതിന് നോവക്ക് യെല്ലോ കാർഡ് ലഭിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ നവോച്ച സിംഗും ഒരു യെല്ലോ കാർഡ് വഴങ്ങി. 45-ാമത്തെ മിനിറ്റിൽ പെപ്രക്ക് ഒരു അവസരം ലഭിച്ചിരുന്നു. എന്നാൽ അത് കൈപ്പിടിയിൽ ഒതുക്കാൻ എതിർ ഗോൾ കീപ്പർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ ഒഡീഷ ഒരു ഗോളിന്റെ ലീഡായിരുന്നു കരസ്ഥമാക്കിയിരുന്നത്. 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ നോവക്ക് ടാർഗറ്റിലേക്ക് ഷോട്ട് എടുക്കാനുള്ള ഒരു നല്ല അവസരം ലഭിച്ചു. പക്ഷെ അത് കൃത്യമായി മുതലെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 47-ാമത്തെ മിനിറ്റിൽ അഡ്രിയാൻ ലൂണ ഒരു ഗോൾഡൻ ചാൻസ് ഒരുക്കിയിരുന്നു. പക്ഷേ ഒഡീഷയുടെ ഡിഫൻഡറായ അമേയ് റണവാഡ് അത് ക്ലിയർ ചെയ്യുകയായിരുന്നു. 56-ാമത്തെ മിനിറ്റിൽ നോവയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് അമേയ് ഒരിക്കൽ കൂടി ബ്ലോക്ക് ചെയ്തു. 57-ാമത്തെ മിനിറ്റിൽ നോവയുടെ ഒരു കിഡിലൻ ഹെഡർ ഉണ്ടായിരുന്നു. എന്നാൽ റഹീം അലി അത് ഗോൾ ലൈൻ സേവ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത്. പിന്നീട് നോവയും പെപ്രയും ചേർന്നുകൊണ്ട് ഗോൾ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊക്കെ ഒഡീഷയുടെ പ്രതിരോധ നിര വിഫലമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 59-ാമത്തെ മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സമനില ഗോൾ പിറക്കുകയായിരുന്നു. പെപ്രയാണ് ആ ഒരു ഗോൾ കണ്ടെത്തിയത്. പക്ഷേ കോറോ സിംഗിന്റെ ആ ഒരു പാസ് നമ്മൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു കിഡിലൻ പാസിൽ നിന്നാണ് ആ ഒരു ഗോൾ പെപ്ര സ്വന്തമാക്കിയത്. ഗോൾ കീപ്പറെ ഡ്രിബിൾ ചെയ്ത് മറികടന്നുകൊണ്ടാണ് പെപ്ര ആ ഒരു ഗോൾ നേടിയിട്ടുള്ളത്. 61-ാമത്തെ മിനിറ്റിൽ പെപ്രയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വല കുലുക്കി. പക്ഷേ അഡ്രിയാൻ ലൂണ അവിടെ ഓഫ് സൈഡിൽ കലാശിക്കുകയായിരുന്നു. മത്സരത്തിൽ പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് നിരന്തരം ആക്രമണങ്ങൾ നടത്തി. അതിന്റെ ഫലമായിക്കൊണ്ട് ഒരുപാട് കോർണർ കിക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 73-ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കിഡിലൻ ഗോൾ പിറക്കുകയായിരുന്നു. ജീസസ് ആണ് ആ ഒരു ഗോൾ നേടിയത്. ലൂണയുടെ ഒരു കിഡിലൻ ക്രോസ് ആയിരുന്നു. അത് ഹെഡറിലൂടെ നോവ കൃത്യമായി ജീസസിന് നൽകി. ജീസസ് അത് ഒരു പിഴവും കൂടാതെ ഫിനിഷ് ചെയ്യുകയും ചെയ്തു. ഒരു ടീം വർക്കിന്റെ ഗോളാണ് അവിടെ പിറന്നിട്ടുള്ളത്. എന്നാൽ 78-ാമത്തെ മിനിറ്റിൽ ഫൗൾ നടത്തിയതിനെ തുടർന്ന് പ്രീതം കോട്ടാലിന് യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നു. തുടർന്ന് ലഭിച്ച ഫ്രീ കിക്കിൽ നിന്നാണ് ഒഡീഷ സമനില ഗോൾ കണ്ടെത്തിയത്. ഡോറിയൽട്ടൻ ആണ് ആ ഒരു ഗോൾ നേടിയത്. ആ ഒരു ബോൾ ക്ലിയർ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരക്ക് സാധിച്ചിരുന്നില്ല. സച്ചിൻ അത് കൈപ്പിടിയിൽ ഒതുക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. അത് തിരിച്ചടിയാവുകയായിരുന്നു. പിന്നീട് 83-ാമത്തെ മിനിറ്റിൽ ഒഡീഷ താരമായ ഡെൽഗാഡോ 2 യെല്ലോ കാർഡുകൾ വഴങ്ങിക്കൊണ്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു. ഇതോടുകൂടി ഒഡീഷ 10 പേരായി ചുരുങ്ങുകയായിരുന്നു. 86-ാമത്തെ മിനിറ്റിൽ നോവ ഒരു ഗോൾ ശ്രമം നടത്തിയെങ്കിലും അത് അമേയ് കൃത്യമായി തടഞ്ഞു. അവസാനത്തിൽ ജീസസ് ഒരു ഹെഡർ ശ്രമം നടത്തി. അത് വിഫലമാവുകയായിരുന്നു. അതിനുശേഷമാണ് നോവയുടെ വിജയ ഗോൾ പിറന്നത്. അദ്ദേഹത്തിന്റെ ഷോട്ട് പ്രതിരോധത്തിൽ തട്ടിത്തെറിച്ചുകൊണ്ട് ഗോൾ വലയിൽ പതിക്കുകയായിരുന്നു. റഹീം അലിയുടെ കാലിൽ തട്ടിക്കൊണ്ടാണ് അത് ഗോളായി മാറിയത്. ഇതോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അർഹിച്ച ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിൽ ഉടനീളം ആക്രമണങ്ങൾ നടത്തിയതും ആധിപത്യം പുലർത്തിയതും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അർഹിച്ച വിജയം എന്ന് നമ്മൾ പറഞ്ഞത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 8-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 16 മത്സരങ്ങളിൽ നിന്ന് 6 വിജയങ്ങൾ നേടിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 20 പോയിന്റാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.